السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യാന്വേഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സദസ്സിൽ പങ്കെടുക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഖുർആനിൻ്റെ പല തലങ്ങളും ഇന്ന് സമുദായത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഖുർആനിന് അനുകൂലമായിട്ടും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ഖുർആനിനെ പ്രതികൂലമായിക്കൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം നാം കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കറിയാം, ഖുർആനുമായി ബന്ധപ്പെട്ട ചില അത്ഭുതങ്ങൾ, ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഒരു മനുഷ്യനെ ആകർഷിക്കുന്ന, സത്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് മാർഗദർശനം കാട്ടുന്ന ഖുർആനിലെ ചില വാക്കുകൾ, ചില വചനങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ കൂടെ ഖുർആൻ ഓതാനായിട്ട്, അത് പാരായണം ചെയ്യാനായിട്ട് അതിഥികളുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്കറിയാം, ഖുർആനും മറ്റു വേദഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രധാനമായും മറ്റുള്ള വേദഗ്രന്ഥങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. എന്നാൽ ഖുർആൻ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സംരക്ഷണത്തെ ഏറ്റെടുത്തു എന്ന. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ നമുക്ക് നിഅമത്തായി തൗഫീഖായി ലഭിച്ച ഈ ഖുർആൻ, അതിൻ്റെ ചില കാര്യങ്ങളിലൂടെ ഒന്ന് നിങ്ങളെ കൊണ്ടുപോവുക, നമുക്കൊന്ന് ഇരുന്ന് ചിന്തിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിലെ നമുക്കറിയാം, ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ മുഅ്ജിസത്തായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ മുഅ്ജിസത്താണ്, നമുക്കറിയാലോ. എന്നാൽ ആ മുഅ്ജിസത്തുകളെ തന്നെ നമുക്ക് പലതായി തരംതിരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഖുർആനിലെ വാചക ഘടനകൾ, ഖുർആനിലെ ചില ആശയങ്ങൾ, ഖുർആനിലെ പ്രവചനങ്ങൾ, ഇവയൊക്കെ പല പല തരങ്ങളാണ്, ഖുർആനിൻ്റെ മുഅ്ജിസത്തിനെ അറിയിക്കുന്ന തലങ്ങളാണ്. അപ്പം എല്ലാ തലങ്ങളിലൂടെയും നമ്മൾ പോകുന്നില്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ചില തലങ്ങളിലൂടെ, ചില വിഷയങ്ങളിലൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് കടന്നു പോകാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യമായി ഖുർആനാണല്ലോ. ഖുർആൻ നമുക്കറിയാം, അതിൻ്റെ പാരായണ സൗന്ദര്യവും അതിൻ്റെ ആശയ സൗന്ദര്യവും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഖുർആനിൻ്റെ പാരായണ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ നമ്മുടെ അതിഥികൾ ഓതി കേൾപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിൽ ആദ്യത്തെ സൂറത്ത്, ഒരു വചനം, അത് സൂറത്തു മറിയമിലെ 88 മുതൽ 95 വരെയുള്ള വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن
وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. അൽഹംദുലില്ലാഹ്, മനോഹരമായ പാരായണമല്ലേ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മക്കളുണ്ടെന്ന് ചില വിഭാഗങ്ങൾ വാദിച്ചു. യഹൂദന്മാരുണ്ടായിരുന്നു, അതിൽ നസാറാക്കളുണ്ടായിരുന്നു, മുശ്രിക്കുകളുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവയൊക്കെ കടുത്ത സ്വരത്തിൽ എതിർക്കുന്ന, അവരൊക്കെ നാളെ പരലോകത്ത് ദാസനായിക്കൊണ്ട് കീഴൊതുങ്ങിയവനായിക്കൊണ്ട് എൻ്റെ അരികിൽ വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താക്കീത് നൽകുന്ന വല്ലാത്തൊരു വചനമാണ്. നോക്കൂ, ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ ഉദ്ദ ഹദ്ദ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വശ്യ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറഞ്ഞു തകാദു സമാവാതു യതഫത്തർന. അതിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. അവർ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് വാദിച്ചത് കൊണ്ട് തകാദു ആകുമാറായി അസ്സമാവാത്തു ആകാശങ്ങൾ യതഫത്തർന പൊട്ടിപ്പിളരാറായി, വതൻഷഖുൽ അർള് വിണ്ടു കീറാറായി, വതഖിറുൽ ജിബാലു ഹദ്ദ മലകളൊക്കെ അങ്ങ് വീഴുമാറായി. പ്രിയമുള്ളവരെ, ആ ഒരു വചനങ്ങൾ അതിൻ്റെ സൗന്ദര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നോക്കൂ, ഖുർആൻ അത്രത്തോളം അന്ന് അറബികളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്ന് പ്രവേശിച്ചിരുന്നു എന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നോക്കൂ, അടുത്തൊരു വചനത്തിലൂടെ ഇതുപോലെ ആ ഓത്തിലൂടെ പാരായണം കേൾക്കുമ്പോൾ തന്നെ, ഒരു പാരായണം കേൾക്കുമ്പോൾ അത് ഖുർആനിൻ്റെ സൗന്ദര്യത്തെ അറിയിക്കുന്ന മറ്റൊരു വചനം, ഇൻഷാ അല്ലാഹ് അത് സൂറത്തു അഹ്സാബാണ്. സൂറത്തുൽ അഹ്സാബ്, അതിലൂടെ നമുക്ക് കടന്നു പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. നോക്കൂ, അതിലെ ഓരോ പദങ്ങൾ ആദ്യം സ്ത്രീലിംഗത്തെ പറയുന്നു, പുരുഷലിംഗത്തെ പറയുന്നു, പിന്നെ സ്ത്രീലിംഗത്തെ പറയുന്നു. അങ്ങനെ ഓരോ വചനങ്ങൾ പരസ്പരം മാറി മാറിക്കൊണ്ട് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ അതിലേക്ക് അവൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇതൊരു സഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ്. ആ സഹാബി വനിത റസൂലിനോട് വന്ന് പറഞ്ഞു, റസൂലെ, ഖുർആനിൽ പലപ്പോഴും പുരുഷന്മാർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്,
ഞങ്ങൾക്ക് സ്ത്രീകൾക്കൊന്നുമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ വളരെ മനോഹരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന സംസാരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നോക്കൂ, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ നമുക്കറിയാം. അസ്മഈ റഹ്മഹുല്ല അദ്ദേഹം ഒരു ചരിത്രം പറയുന്നുണ്ട്. ഞാനൊരിക്കൽ പ്രസംഗിക്കവേ ഞാൻ പറഞ്ഞു, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാല മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ് ശരിക്കും ഖുർആനിലുള്ളത്. പക്ഷെ അദ്ദേഹം ഓതിയപ്പോൾ വല്ലാഹു ഗഫൂറുർ റഹീം എന്നറിയാതെ ഓതിപ്പോയി. അപ്പോൾ സദസ്സിൽ നിന്ന് ഒരു അറാബി എഴുന്നേറ്റ് ചോദിച്ചു, എത്രേ അല്ല നിങ്ങൾ ഓതിയതിൽ തെറ്റുണ്ട് പറഞ്ഞു. ചോദിച്ചു, അതെന്താ? അല്ല, വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് വരൂല. കാരണം ആയത്തിൽ എന്താ സൂചിപ്പിക്കുന്നത്? കട്ടവനും കട്ടവളും അവരുടെ കൈ മുറിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൻ്റെ അവസാനം വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് എന്ത് ചെയ്യൂല, പറയൂല. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അസ്മഈ റഹ്മത്തുള്ളാഹി പറയാണ്, ശരിയാണ്, ഞാൻ ചെക്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി വല്ലാഹു അസീസുൻ ഹക്കീം എന്ന, അള്ളാഹു യുക്തിമാനാണ്, പ്രതാപിയാണ് എന്ന. അപ്പോൾ അറാബിയോട് ചോദിക്കുന്നുണ്ടല്ല, അത് നിനക്കെങ്ങനെ മനസ്സിലായി? നീ ഹാഫിളാണോ? ഖുർആനൊക്കെ അറിയോ? അപ്പോൾ മനുഷ്യൻ പറയുന്നുണ്ട്, ഖുർആനൊന്നും അറിയില്ല. പക്ഷെ ഖുർആനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കലാമ് പറയുമ്പോൾ അത് അവസാനം ഒരു ശിക്ഷയെക്കുറിച്ച് പറയുകയും അതിൻ്റെ അവസാനം ഗഫൂറുർ റഹീം ആവുകയും ചെയ്യൂല എന്ന് സാധാരണ അറബി അറിയുന്ന ഒരാൾക്ക് അറിയുന്ന. നോക്കൂ, അത്രത്തോളം വശ്യമാണ് ഖുർആൻ. അത് ഏതൊരു സാധാരണ ആളുകളിലേക്കും അത് സംവദിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതയാണ്. അതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തേത് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തു റഹ്മാനിലൂടെയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മറജൽ ബഹ്റൈനി യൽതഖിയാൻ بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما لؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان. നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്തു റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായിക്കൊണ്ട് ഒരു വചനം ആവർത്തിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതാണ് ഫബി അയ്യി ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ. അത് എത്ര തവണയാണെന്ന് ചോദിച്ചാൽ കിട്ടുമോ നമുക്ക്? 31, 33, 36. ഇൻഷാ അല്ലാഹ് ഞാൻ ഉത്തരം പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കുക. കാരണം എല്ലാ സൂറത്തുകളിലും കുറേ ആയത്തുകളൊന്നും ആവർത്തിച്ച് വരുന്നില്ല. ഈ സൂറത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സൂറത്താണ്. കാരണം അത്രത്തോളം ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളതിനെ ശ്രദ്ധ ആകർഷിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു സത്യവിശ്വാസി എന്ന നിലയ്ക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്നൊരു ത്വരയുണ്ടാകും, അത് എത്ര തവണ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ. അതൊരു 30 സംഖ്യ. അത് എത്രയാണെന്ന് നിങ്ങൾ ക്ലിപ്തപ്പെടുത്തുക. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഖുർആനിൻ്റെ പാരായണ സൗന്ദര്യത്തെക്കുറിച്ചാണ്. ഇതിലൂടെയൊക്കെ പറഞ്ഞത്
ഒരു മനുഷ്യൻ നമുക്കറിയാം ഈ ടി വിയിലൂടെ അതിൻ്റെ അർത്ഥങ്ങൾ ഓടിപ്പോകുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം, എന്നാൽ അതിൻ്റെ പൂർണ്ണമായ ഒരു ഉപകാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം മനോഹരമായ ഓത്തുകൾ, പാരായണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഖുർആനിൻ്റെ ആശയപരമായ സംവാദം, അത് എപ്രകാരമാണ് നമ്മൾ നിരീക്ഷിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആനിലെ ഉദാഹരിക്കലുകൾ. പല കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നോക്കൂ, നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. നൂറുൻ അലാ നൂർ, എന്ത് രസകരമാണല്ലേ പ്രയോഗം. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. അല്ലാഹു പറഞ്ഞു അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറ് പ്രകാശം അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹു ആകുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാണ്. ഇതിലെന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ വിളക്കുമാടം. കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, അതിലെന്തുണ്ട്? ഒരു വിളക്കുണ്ട്. മാത്രമല്ല അൽ മിസ്ബാഹു ഫീ സുജാജ, നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ കൊണ്ടുവരണം. ഒരു വിളക്കുമാടം, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, മിസ്ബാഹ് എവിടെയാണ്? വിളക്ക് എവിടെയാണ്? ഫീ സുജാജ, ഒരു സ്ഫടികത്തിലാണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ, അസ്സുജാജ ഏതുപോലെയാണ്? ആ സ്ഫടികം ഏതുപോലെയാണ്? കഅന്നഹാ കൗകബുൻ ദുർരിയുൻ, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ്. യൂഖദു മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, അതിൽ കത്തിക്കപ്പെടുന്നത് എന്താണ്? ജയ്ത്ത് എണ്ണ. അതിൻ്റെ പ്രത്യേകത എന്താ? ഷജറത്തി മുബാറക്കത്തായ ഷജറയിലൂടെ വരുന്നതാ, അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്ന്. ആ മരത്തിൻ്റെ പ്രത്യേകത ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ആ മരം എന്തല്ല, അങ്ങേയറ്റം കിഴക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല, അതുപോലെ തന്നെ അങ്ങേയറ്റം പടിഞ്ഞാറിലും സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ, നിങ്ങൾ കത്തിച്ചിട്ടില്ലെങ്കിലും, ആ തീ ഒന്ന് സ്പർശിച്ചില്ലെങ്കിൽ പോലും അതെന്ത് ചെയ്യും? പ്രകാശിച്ചു കൊണ്ടിരിക്കും ആ ജയ്ത്ത്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഉദാഹരിച്ചത്? ഒരു ഉദാഹരണമാണല്ലോ, ഉദാഹരിക്കുമ്പോൾ ഒരാളെയാണല്ലോ ഉദാഹരിക്കൽ, ഒരു കാര്യത്തെയാണല്ലോ ഉദാഹരിക്കൽ. ഇത് എന്തിനു മേൽ ഉദാഹരിച്ചതാണ്? ഒരുപാട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രബലമായൊരു അഭിപ്രായം എന്നുള്ളത് ഒരു മുസ്ലിമിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സൂചിപ്പിക്കുന്നത്. ഒരു മുസ്ലിമാണ് എന്ത്? ആ വിളക്കുമാടം ഒരു മുസ്ലിമാണ്. ആ സ്ഫടികമാണ് എന്ത്? അവൻ്റെ കൽബ്. ആ കൽബിലുള്ളതാണ് എന്ത്? മിസ്ബാഹ്, വിളക്കുമാടം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫിത്രത്തിലുള്ള, പ്രകൃതിയാലുള്ള ഈമാൻ. ആ പ്രകൃതിയാലുള്ള ഈമാനിലേക്കാണ് എന്ത് വരുന്നത്? ജൈത്തൂൻ, അല്ലേ? അതെന്താണ്? അത് അവൻ പഠിക്കുന്ന ഖുർആനും ഹദീസുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഫിത്രത്തിലൂടെയുള്ള പ്രകാശം ഒരു മുഅ്മിനിൻ്റെ മനസ്സിൽ
പ്രകൃതിയാൽ ഉണ്ട്. ആ പ്രകൃതിയാലുള്ള മനസ്സിലേക്ക് വീണ്ടും എന്ത് വരെയാണ്? വീണ്ടും ഖുർആനാകുന്ന ഹദീസാകുന്ന നൂറ് വരെയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നൂറുൻ അല നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം. പ്രിയമുള്ളവരെ, ആ പ്രകാശമാണോ നമ്മുടെ ഹൃദയത്തിൽ? ആ പ്രകാശം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറഞ്ഞു കദാലിക വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാരം എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഉദാഹരിച്ചു കൊടുക്കുന്നു എന്നാണ്. അപ്പം ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ കടന്നുപോയത്. രണ്ടാമത്തെ ഒരു ഉദാഹരണത്തിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു പോകുന്നത് സൂറത്തുൽ ആദിയാത്താണ്. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ഇൻഷാ അല്ലാഹ് ആദിയാത്ത് നമുക്ക് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم يومئذ لخبير. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. സൂറത്തുൽ ആദിയാത്താണ്. സൂറത്തുൽ ആദിയാത്തിൻ്റെ ആദ്യത്തെ വചനങ്ങൾ അതും കൂടി ഒന്ന് കേൾക്കല്ലേ? ഒന്നുകൂടി സൂറത്തുൽ ആദിയാത്തിൻ്റെ ആദ്യ വചനങ്ങൾ. വൽആദിയാതി ളബ്ഹ والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. ഓക്കെ. വൽആദിയാതി ളബ്ഹ എന്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറേ കേട്ടതാണ്. എന്തിനെക്കുറിച്ചുള്ള ഉദാഹരണമാണ്? ഏതിനെക്കുറിച്ചുള്ളതാ? കുതിരയെക്കുറിച്ചുള്ളതാണ്. വൽആദിയാതി ളബ്ഹ എന്താ അർത്ഥം? അത് എന്താണെന്ന് പറഞ്ഞോ? ഇല്ല, എന്താണെന്ന് പറഞ്ഞിട്ടില്ല. കിതച്ച് ഓടുന്നവ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദഹ അപ്പോഴും പറഞ്ഞോ? എന്താ അതിൻ്റെ അർത്ഥം? കുളമ്പുകൾ ഉരസി തീ തുപ്പുന്നതല്ലേ? ഫൽ മുഗീറാത്തി സുബഹ പ്രഭാതത്തിൽ ആക്രമിക്കുന്ന അറ്റാക്ക് ചെയ്യുന്നല്ലേ? ഫൽ മുഗീറാത്തി സുബഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നത്. അവസാനം പറയുന്നത് മനുഷ്യന്മാരെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം പറഞ്ഞതോ കുതിരയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പ്രസംഗത്തിലൂടെയൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിച്ചത് ഒരു കുതിരയെ വെച്ചാണ്. കുതിരയുടെ പ്രത്യേകത എന്താ? അന്നത്തെ കാലത്ത് കുതിര അറബികൾക്ക് വളരെ സുപരിചിതമായ ഒരു മൃഗമായിരുന്നു. അവരതിനെ പുറത്ത് സഞ്ചരിക്കുകയും യുദ്ധത്തിനും മറ്റും അത് ആവശ്യപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുമാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, ഉദാഹരിച്ച ഉദാഹരണങ്ങൾ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ അതിലധികവും മനുഷ്യനോട്, ഒരു സാധാരണ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാവും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാവുന്ന അങ്ങേയറ്റം ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഉദാഹരണങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുണ്ടാകും എന്നല്ലാതെ പുറമെ നിന്ന് വായിച്ചാൽ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന അധികവും. എന്നാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി പറയേണ്ട കാര്യങ്ങളുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷെ അധികവും ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം, അറബികളായ ആളുകളുണ്ടാവും, അജമികളായ ആളുകളുണ്ടാവും, അനറബികളായ ആളുകളുണ്ടാവും. മാത്രമല്ല ഈ അറബി ഭാഷ തന്നെ
അതിൻ്റെ ഉള്ളിൽ തന്നെ ശുദ്ധമായി സംസാരിക്കുന്നവരുണ്ടാകും, കുറച്ച് ശുദ്ധം ഇല്ലാതെ സംസാരിക്കുന്നവരുണ്ടാവും. അവരൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയെന്ന. മാത്രമല്ല ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകുന്നതാണല്ലോ. കാരണം മറ്റുള്ള ഗ്രന്ഥങ്ങൾ നമുക്കറിയാം, അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അയക്കപ്പെട്ടത് എന്തിലേക്കാണ്? ആ ഒരു ജനതയിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അയച്ചത് ലന്നാസി കാഫ, മുഴുവൻ ആളുകളിലേക്കാണ്, ഇനി വരാൻ പോകുന്ന ആളുകളിലേക്ക്. അപ്പോൾ ഖുർആൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലായി, അതിലെ ഇജാസ് മനസ്സിലായാൽ പോരാ, അതിന് ശേഷമുള്ള ആളുകൾക്കും ആ ഖുർആനിലെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുമെന്ന ആ അത്ഭുതങ്ങളാണ് ഇന്ന് ആധുനിക ശാസ്ത്രരംഗത്തിലൂടെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പല കാര്യങ്ങളും ഖുർആൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഈ കാലത്ത് ശാസ്ത്രം അംഗീകരിക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അപ്പോൾ ഇതാണ് ഖുർആനിലെ ഉദാഹരണങ്ങളിലൂടെ പോയാൽ ഒരു 2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഖുർആൻ നമ്മോട് ആശയമായി സംവദിക്കുന്ന മറ്റൊരു വിഭാഗമാണ്, കാറ്റഗറിയാണ്. അന്ന് നമുക്കറിയാം അറബികളുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പക്ഷേ കുറേ കവിതകൾ വായിച്ചിട്ടുണ്ടാവും, കുറേ ഹദീസുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറേ കാണുന്ന കാര്യമാണ്, അവരെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാൻ നേരത്ത് പെട്ടെന്ന് അവരെന്ത് ചെയ്യും? സത്യം ചെയ്ത് പറയും. ആ സത്യം ചെയ്യുന്നത് ഗൗരവം എന്താണ്? എന്തുകൊണ്ടാണ് സത്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. അല്ലാഹു സുബ്ഹാന എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യം ചെയ്ത് പറയുന്നത് ഗൗരവത്തെ അറിയിക്കാനാണെങ്കിൽ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഒരു കാര്യത്തെ സത്യം ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അത് എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു ഉദാഹരണം ഇൻഷാ അല്ലാഹ് സൂറത്തു ശംസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. അതിൽ എത്ര ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു? വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹ വതഖ്വാഹ. അപ്പോൾ എത്ര എണ്ണായി? 13 12. ഫഅൽഹമഹ ഫുജൂറഹ സത്യം ചെയ്യലല്ല. എന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അതൊരു കാര്യത്തെ സൂചിപ്പിക്കാനാവുമല്ലോ. ഇന്നതാണേ ഖുർആനാണ് അല്ല അള്ളാഹുവാണേ സത്യം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യം വളരെ ഗൗരവപ്പെട്ട കാര്യമാവുമല്ലോ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ആയത്തിലൂടെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്താ? ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. മൻ സക്കാഹ എന്താ? അതിനെ സംശുദ്ധിപ്പെടുത്തി. ഏതിനെ? നഫ്സിനെ മനസ്സിനെ. നോക്കൂ അതിൻ്റെ ഗൗരവം, അത്രത്തോളം പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ഖുലുഖിന്, സ്വഭാവത്തിന്, അവൻ്റെ മനസ്സിന്, അതിൻ്റെ ശുദ്ധീകരണത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് പറയാം. വുളൂ കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. മിനത്ത് തവ്വാബീന ആദ്യം പറഞ്ഞു, പിന്നെ മുതതഹിരീൻ പറഞ്ഞു. അതിന് മുമ്പ് ഷഹാദത്ത് ചൊല്ലി. പണ്ഡിതന്മാർ പറയുന്നത് അത് 2 തരം ശുദ്ധീകരണമാണ്. ആദ്യം ചെയ്യുന്നത് ഏതാ? മനസ്സിലെ ശുദ്ധീകരണ. എന്നിട്ടാണ് വജഅലനി മിനൽ മുതതഹിരീൻ. അവിടുത്തെ ശുദ്ധീകരണ, അത് പുറമേയുള്ള ശുദ്ധീകരണമാണ്. അപ്പം അത്രത്തോളം പ്രാധാന്യം ഉള്ളിലെ ശുദ്ധീകരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നറിയിക്കുന്ന, അതും സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ആയത്തുകളിൽപ്പെട്ട ആയത്താണ് ഇതെന്ന. ഇനി സത്യം ചെയ്യുന്നതിൽ ഒരായത്തും കൂടി നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തു നാസിആത്ത്. വന്നാസിആതി ഗർഖാ والناشطات نشطا والسابحات سبحا
فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة. എന്തല്ലേ ആ പാരായണത്തിലും അതിൻ്റെ ആ സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ഘടനകളിലും. വന്നാസിയാത്തി ഗർഖ, വന്നാസിയാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മലക്കുകൾ റൂഹിനെ പിടിക്കുന്ന കാര്യമാണ്. അതിൽ ആദ്യം ചീത്ത ആൾക്കാരെ പിടിക്കുന്ന കാര്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു നല്ല ആളുകളെ പിടിക്കുന്ന കാര്യവും പറഞ്ഞു. പക്ഷെ അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്നാണ്. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. അത് ഖുർആനിലെ അർത്ഥത്തെ അറിയിക്കുന്ന പദങ്ങൾ. ചില പദങ്ങൾ നമുക്ക് കാണാം, അത് ഓതുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് കിട്ടും. അതിൽ ഏതാനും ചില ആയത്തുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതാം. അതിൽ ആദ്യമായി സൂറത്തു സൽസലയിലെ ഒന്നാമത്തെ ആയത്ത്. إذا زلزلت الأرض زلزالها അല്ലേ? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ആ പദം പറയുമ്പോൾ തന്നെ ഭൂമി ഒരു പ്രകമ്പനം, അതെന്താണ്? ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സുൽസില എന്ന് പറയുമ്പോൾ തന്നെ ആ പദത്തിലൂടെ തന്നെ അത് ലഭിക്കുന്നുണ്ട്. അത് ഖുർആനിൻ്റെ ഒരു മുഅ്ജിസത്ത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ സൂറത്തു ഷംസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഒരു വാദം. അതിലേക്ക് നമുക്ക് ശ്രദ്ധ ക്ഷണിക്കാം. فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഫകദ്ദബൂഹു. ആരാണ്? ഫകദ്ദബൂഹു സമൂദ് നബിയുടെ ആൾക്കാരാണ്. ഫകദ്ദബൂഹു അവർ അതിനെ കളവാക്കി. ഫഅഖറൂഹ എന്നിട്ട് അതിനെന്ത് ചെയ്തു? അറുത്തു. എന്തിനെ? ഒട്ടകത്തലെ. ഫഅഖറൂഹ ഫദംധമ എന്ന് പറഞ്ഞ അല്ലാഹു. ഫദംധമ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി? ഉന്മൂല നാശം വരുത്തി എന്ന. അതിൻ്റെ ഇൻഷാ അല്ലാഹ് ഒരു കഥ നമുക്ക് കേൾക്കാനുണ്ട്. അടുത്ത ഒരു പദം സൂറത്തുൽ ഫജ്റിൽ നിന്ന്, അത് നമുക്ക് കേൾക്കാം. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا. കല്ല അവിടെ വന്ന് എന്താ? ദക്കൻ ദക്ക അല്ലേ? അതിൻ്റെ അർത്ഥം ആ പദത്തിൽ തന്നെ എന്തുണ്ട്? അതിൻ്റെ ഒരു സൂചനയുണ്ടെന്ന്. അതൊക്കെ ഖുർആനിൻ്റെ ഒരു അത്ഭുതത്തിൽ പെട്ടത് തന്നെയാണ്. നോക്കൂ, ഒരു അറാബി ഒരാളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഒരു അറാബിക്ക് കേൾക്കുകയാണ്. അദ്ദേഹം പാരായണം ചെയ്തത് ഫലമ്മസ്തൈഅസു ഖലസു നജിയ, സൂറത്തു യൂസുഫിലൊരായത്താണ്. ബിനിയാമിനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും രാജാവ് ബിനിയാമിനെ അവിടെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അങ്ങനെ സന്ദർഭം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫലമ്മസ്തൈഅസു ഖലസു നജിയ. ഫലമ്മസ്തൈഅസു അങ്ങനെ അവർ യഅസുള്ളവരായപ്പോൾ എന്ന് പറഞ്ഞാൽ നിരാശരായപ്പോൾ, ഖലസു നജിയ അവർ ഒറ്റക്കായിക്കൊണ്ട് എന്ത് ചെയ്തു? രഹസ്യ സംഭാഷണം നടത്തിയെന്ന്. അതായത് രാജാവിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്ന. അപ്പോൾ ഇതൊരു അറാബിക്ക് കേൾക്കണം. ഒരാളിങ്ങനെ പാരായണം ചെയ്യുന്നത് ഒരു അറാബി കേൾക്കണം. അപ്പോൾ അറാബി ചോദിക്കുന്നുണ്ട്, ആയിത് നീ ആ ഓതിയതൊന്നും കൂടി നോതുമെന്ന് ചോദിച്ചു. അതെ ഓതാലോ. ഫലമ്മസ്തൈഅസു ഖലസു നജിയ. ആ അറാബി പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പോൾ മനുഷ്യൻ പറയാണ് ഇതൊരിക്കലും മുഹമ്മദിന് പറയാൻ പറ്റൂല. ഇതിന് പിന്നിൽ എന്ത് വേണം? ഒരു അള്ളാഹു, ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസമാണ്. ഹാദൽ കലാമു ലാ യഖ്റുജു മിൻ ഇല്ലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇലാഹിൽ നിന്നല്ലാതെ ഈ കലാമ് വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത്രത്തോളമാണ്. നമ്മൾ അറബികളല്ലാത്തതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു ഭാഗത്തു കൂടി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്തത്. അറബിയായ മനുഷ്യനായതുകൊണ്ടാണ് എന്ത് ഫലമ്മസ്തൈഅസു ഖലസു. അത്രയും ആശയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറഞ്ഞ വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചു എന്ന.
അപ്പം അത്രത്തോളമാണ് ഖുർആൻ. നോക്കൂ, ഒരാളുടെ വിശ്വാസത്തെ മാറ്റിമറിച്ച് മറ്റൊരു വിശ്വാസത്തിലേക്ക് കടക്കുവാൻ അതിൻ്റെ പ്രയോഗം പ്രേരിപ്പിച്ചു എങ്കിൽ ആ ഖുർആൻ വളരെ അത്ഭുതമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഖുർആനിൽ നമ്മൾ കേട്ടൊരു ഭാഗമുണ്ട്. നമ്മൾ ഖുർആൻ്റെ പാരായണവും ഖിറാഅത്ത് തിലാവത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഓതുന്ന, നമുക്കറിയാം ഖുർആനിൽ നമ്മൾ ഓതുന്ന ഓത്ത് മാത്രമല്ലല്ലേ, മറ്റു ചില ഓത്തുകളും ഉണ്ട് നമുക്കറിയാം. അതിനെന്താ പറയുക, സബഉ ഖിറാഅത്ത് നമ്മൾ പറയും. 7 രീതിയിലുള്ള ഖുർആനിൻ്റെ പാരായണമുണ്ട്. അപ്പോൾ നമ്മൾ ഓതുന്നത് ആരോതുന്നതനുസരിച്ചാണ്. നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാമായിക്കൊണ്ടൊരു ഇമാമിൻ്റെ പേര് പറയാറുണ്ട്. ആരാണ്? നമ്മൾ അയാളുടെ ഖിറാഅത്തിലാണെന്ന് പറയാം. ഹഫ്സ്. ആരാണ്? ഹഫ്സ് റഹിമഹുല്ലയുടെ ഖിറാഅത്തിലാണ് നമ്മളുടെ ഖിറാഅത്ത്. നമുക്കറിയാം ഇന്ന് ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാകട്ടെ അല്ലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാകട്ടെ, ആരായാലും ശരി, അവർ ആശയക്കുഴപ്പങ്ങൾ ജനിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നൊരു മേഖലയാണിത്. നമ്മളെന്താ പറയുക, ഖുർആൻ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയെന്ന. അപ്പോൾ അവർ ചോദിക്കും, അല്ല ഒരു മുസ്ഹഫിലുണ്ടല്ലോ വല്ലദീന തഖദൂ മിൻ ദൂനിഹി. വേണ്ട, നമുക്കെല്ലാവർക്കും അറിയുന്ന ഉദാഹരണം, ഒരു മുസ്ഹഫിലുള്ളത് എന്താ? മലിക്കി യൗമിദ്ദീനാണ്. നിങ്ങളെന്താ ഓതണത്? മാലിക്കി യൗമിദ്ദീൻ എന്നാണല്ലോ അല്ലേ? അപ്പം നിങ്ങളെന്താ പറഞ്ഞത്? ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ഖുർആൻ സംരക്ഷിക്കപ്പെടുമെന്നല്ലേ എന്നവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് 7 പാരായണ രീതിയിലൂടെ. ഖുർആനിന് 7 പാരായണ രീതിയുണ്ട്. ഒരിക്കലും ഉമർ റളിയല്ലാഹു നിസ്കരിക്കുകയാണ്. മുമ്പിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിശാം ബിൻ ഹക്കീം എന്ന സഹാബിയാണുള്ളത്. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാമ് ഹിശാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ്. അപ്പം സൂറത്തുൽ ഫുർഖാൻ ഓതാൻ തുടങ്ങി. സൂറത്തുൽ ഫുർഖാൻ ഓതിയിരിക്കുന്ന സമയത്ത് ഒരായത്തെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇങ്ങനെയല്ലല്ലോ ആയത്ത്, ഇദ്ദേഹം എന്താ ആയത്ത് ഇല്ലാത്തത് ഓതുന്നത് എന്ന് പറഞ്ഞു. അതിന് നിസ്കാരം കഴിഞ്ഞു. കേസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അപ്പോൾ പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോൾ റസൂലിനോട് പറഞ്ഞു, റസൂലെ, നിങ്ങൾ ഓതാത്ത രീതിയിൽ ആരും ഓതുന്നുണ്ട്? ഹിശാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഓതുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, എന്താ? എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഓതെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ആയത്ത് ഓതി കൊടുത്തു. റസൂൽ പറഞ്ഞു, ഹക്കദാ ഉൻസില അലി, എനിക്ക് ഇപ്രകാരമാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉമറെ, നിനക്കറിയുന്നൊരു രീതി ഉണ്ടല്ലോ, അതൊന്ന് ഓതി തരണം. ഉമർ റളിയല്ലാഹു ഓതി. റസൂൽ പറഞ്ഞു, ഇതുപോലെയാണ് എനിക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത്. എന്നാൽ രണ്ടിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ സ്ഥാപിച്ചു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ 7 പാരായണ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ എന്ന് പറയുമ്പോൾ ഈ 7 ഖിറാഅത്തുകൾ വന്ന രീതിയിൽ അത് അതുപോലെ എന്ത് ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട് എന്ന. എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഫാത്തിഹ നമുക്കൊന്ന് കേൾക്കാം. ടി വിയിലേക്ക് ശ്രദ്ധിക്കാം. 7 ഖിറാഅത്തുകളൊന്ന് ഒരാൾ ഓതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين مالك يوم الدين. കണ്ടാ, 2 ഖിറാഅത്തുകൾ കേട്ടല്ലോ. ഒന്ന് മലിക്കി യൗമിദ്ദീൻ, ഒന്ന് മാലിക്കി യൗമിദ്ദീൻ. വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം വീണ്ടും എടുത്ത് പാരായണം ചെയ്യുന്ന രീതിയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين مالك يوم الدين
الرحمن الرحيم ملك يوم الدين. കണ്ടില്ലേ? റഹ്മാനി റഹീം മലിക്കി. അവിടെ ഇദ്ഗാമ് ചെയ്യും. നമ്മൾ ഇദ്ഗാമ് ചെയ്യോ? ഇദ്ഗാമ് ചെയ്യാനുള്ള നിയമം എന്താണ്? മുൻപത്തെ അക്ഷരം എന്താവണം? സുക്കൂനാകണം അല്ലേ? ഇവിടെ റഹീമി മാ എന്നാണ്. റഹീമിക്ക് എന്താ? കസ്റാണ്. അതിന് ശേഷമുള്ളത് ഫത്ഹാണ്. നമ്മുടെ ഓത്ത് പ്രകാരം എന്ത് ചെയ്യില്ല? ഇദ്ഗാമ് ചെയ്യില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യും? ഈ ഓത്ത് പ്രകാരം ഇദ്ഗാമ് ചെയ്യും. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇപ്പോൾ കേട്ടില്ലേ? അതായത് നമുക്കറിയാം ഖുർആനിൻ്റെ ക്രോഡീകരണം 2 ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്, മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. എന്താ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ക്രോഡീകരണത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹമാണ് ഖുർആൻ മറ്റുള്ള കോപ്പികളൊക്കെ എന്ത് ചെയ്തു? ഒഴിവാക്കി ഖുർആനിലെ 6 പ്രിൻ്റ് എടുത്തു എന്നാ, 6 പ്രതികളെടുത്തു. 6 പ്രതികളെടുത്ത് 6 സ്ഥലങ്ങളിലേക്ക് 5 സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു എന്നാ, കൊടുത്തയച്ചു. 1 മദീനയെ തന്നെ വെച്ചു, 2 മക്കയിലേക്ക് വെച്ചു, കൊടുത്തയച്ചു. മറ്റൊന്ന് കൂഫയിലേക്ക്, മറ്റൊന്ന് ബസറയിലേക്ക്, മറ്റൊന്ന് ഷാമിലേക്ക്. 1 ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? എടുത്തു വെച്ചു എന്നാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിൻ്റെ ലിപി, ആ ലിപി എഴുതുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചപ്പം ഈ വ്യത്യസ്ത പാരായണങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? ലിപികളൊക്കെ എഴുതിയത്. അപ്പോൾ ചില ആയത്തുകളിലൊക്കെ കാണാം വല്ലദീന തഖദു എന്നുള്ളിടത്ത് അല്ലദീന തഖദു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ആര് വരൽ? ഇതിൻ്റെ വിമർശകർ വരൽ. ചില ഖുർആനിൽ വല്ലദീന എന്നുണ്ടല്ലോ, ചില ഖുർആനുകളിൽ അല്ലദീന എന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയാനുള്ളതൊക്കെ വ്യത്യസ്തമായ പാരായണ രീതിയാണ്. അത് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിന് വെച്ചത് തന്നെയാണ് എന്ന. ഇൻഷാ അല്ലാഹ് അതായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ കാര്യം കേൾപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒരു മേഖല നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ എന്നുള്ളത് നല്ലതാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനി മറ്റൊരു ഖുർആനിൻ്റെ ആശയവിനിമയ രൂപത്തിലേക്ക് അടക്കം, അതാണ് കഥകൾ പറഞ്ഞുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല കഥകളിലൂടെ ആയിക്കൊണ്ട് മുഅ്മിനീങ്ങളെ വഅദ് നടത്താറുണ്ട്. സംസാരത്തിലൂടെ കാര്യങ്ങൾ നമുക്ക് നൽകാറുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഇൻഷാ അല്ലാഹ് സൂറത്തു നംലിലൂടെ ഒന്ന് നമുക്ക് കടന്നു പോവാം. وكان في المدينة 9 رهط يفسدون في الأرض ولا يصلحون قالوا تقاسموا بالله لنبيتنه
لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون ومكروا مكرا ومكرنا مكرا ومكروا مكرا ومكرنا مكرا وهم لا يشعرون فانظر كيف كان عاقبة مكرهم فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين فتلك بيوتهم خاوية بما ظلموا إن في ذلك لآية لقوم يعلمون وأنجينا الذين آمنوا وكانوا يتقون. ഇത് ഏത് നബിയുടെ ചരിത്രം പറയാൻ സാധിക്കുമോ? സൂറത്തു നംലിലാണ്. ഇത് സ്വാലിഹ് നബിയുടെ ചരിത്രമാണ്. നംലെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സുലൈമാൻ നബിയുടെ വിചാരിക്കും, അതല്ല, സ്വാലിഹ് നബിയുടേതാണ്. എന്താണ്? ഒരു 9 അംഗ സംഘം ഉണ്ടായിരുന്നു. വക്കാന ഫിൽ മദീനത്തി, അങ്ങാടിയിലുണ്ടായിരുന്നു 9 റഹ്തീൻ, 9 അംഗ സംഘം. എന്താണ് അവരുടെ പ്രശ്നം? യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാനേ അവരുണ്ടാകുള്ളൂ. ഒരു നല്ല കാര്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് അവർ ഈ സ്ത്രീകളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ പലിശക്ക് പണം കൊടുക്കുകയും അതുപോലെ തന്നെ ആളുകളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുകളായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദൃഷ്ടാന്തമായി എന്തിനെ കൊടുത്തു? ഒരു ഒട്ടകത്തെ കൊടുത്തു. ആ ഒട്ടകം എങ്ങനെയാണ് വന്നത്? ഒരു പാറയുടെ ഉള്ളിൽ നിന്നല്ലേ. എങ്കിൽ അതിനുശേഷം ഈ ആളുകൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൽപ്പന ധിക്കരിച്ചു. സ്വാലിഹ് നബി പറഞ്ഞു, എന്ത്? നിങ്ങൾ അതിനെ അറുക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കേട്ടോ. അതായത് ഖുർആനിലെ സൂറത്തുകളുടെ ഓർഡർ നമുക്കറിയാം അല്ലേ. ആദ്യം ഫാത്തിഹ, പിന്നെ ബക്കറ, ആൽ ഇംറാൻ, അങ്ങനെ പോകും. പക്ഷെ മറ്റൊരു ഓർഡറും കൂടി ഖുർആനുണ്ട്. അത് ഏതാ? ഇറങ്ങിയ ഓർഡർ. ആ ഇറങ്ങിയ ഓർഡർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഥകളൊക്കെ വിശദീകരിച്ച് പറയും. ആദ്യം കഥകളൊക്കെ വിശദീകരിച്ച് മുശ്രിക്കീങ്ങൾക്കും നസാറാക്കൾക്കും യഹൂദുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ അവസാനം പിന്നെ മദനിയായ സൂറത്തുകളിലേക്ക് വരുമ്പോൾ, മദനിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്ത് അവസാനങ്ങളിൽ ഇറങ്ങിയതാണല്ലോ, അതിലേക്ക് വരുമ്പോഴൊക്കെ എന്തായിട്ടുണ്ടാവും? കഥകൾ ചുരുങ്ങിയിട്ടുണ്ടാകും. അത് ഖുർആൻ്റെ തെർത്തീബ് നമുക്കറിയുമ്പോൾ കിട്ടുന്ന ഒരു ഉപകാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മക്കിയാണോ മദനിയാണോ എന്ന് ആലോചന വേണം. കാരണം ഒരു ആയത്ത് ഓതുമ്പോൾ അത് മക്കിയാണോ മദനിയാണോ എന്നറിഞ്ഞാൽ അതിൻ്റെ ഏകദേശ സന്ദർഭം, ആരെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നതിനുള്ളൊക്കെ ഒരു സൂചന നമുക്ക് കിട്ടും. മക്കിക്ക് മുമ്പാണെങ്കിൽ അധികവും മുശ്രിക്കീങ്ങളെക്കുറിച്ചൊക്കെ ആകും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞപ്പോൾ ഒട്ടകത്തെ കൊണ്ടുവന്നതോ ഒട്ടകത്തെ അറുത്തതോ ആയ കഥ പറഞ്ഞിട്ടില്ല സൂറത്തു നംലിൽ. കാരണം അത് മുൻപ് പറഞ്ഞു പോയപ്പോൾ കഥ ചുരുക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, വകാന ഫിൽ മദീനത്തി 9 റഹ്തീൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അങ്ങനെ പിന്നീട് ഒട്ടകം വന്നു, ആ ഒട്ടകത്തെ ഇവർ അറുത്തു. അത് അല്ലാഹു ഈ സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. അതിന് ശേഷം വരുന്ന ആയത്താണ് ഖാലു തഖാസമു ബില്ലാഹി ലനുബയ്യിതന്നഹു. അവർ പറഞ്ഞു, നമുക്കെന്ത് ചെയ്യാം? സ്വാലിഹ് നബി പറയുന്നത് എന്താണ്? നിങ്ങൾ ഒട്ടകത്തെ അറുത്തല്ലോ, അതുകൊണ്ട് 3 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തരാം. 3 ദിവസം നിങ്ങൾ കാത്തിരുന്നോളി, അതിനിടയിൽ നിങ്ങൾക്ക് ശിക്ഷ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ആ പോക്കിരികളായ 9 ആൾക്കാർ പറയുന്നുണ്ട്, എന്താ ഇപ്പോൾ ഒരു 3 ദിവസം?
അതിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സോലിഹിനെ എന്ത് ചെയ്യാം? വധിച്ചു കളയാം. അങ്ങനെ അവർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് സോലിഹിനെയും അവൻ്റെ ആളുകളെയും എന്ന് പറഞ്ഞാൽ സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ആളുകളുണ്ട്, വിശ്വാസികളായ ആളുകൾ, അവരെയും നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിങ്ങനെ വരികയാണ്. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? അവർ സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ ചെന്നു. സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിക്കുന്നതാകട്ടെ ഒരു മലയുടെ അടുത്തായിരുന്നു. അങ്ങനെ അവർ തക്കം പാർത്ത് പുറത്ത് കാത്തു നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഈ 9 പേരെ മുകളിൽ നിന്നൊരു പാറക്കല്ല് വന്നു വരികയും അവരുടെ മുകളിൽ വീഴുകയും അവർ മരിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ പൊതുവെ 3 ദിവസം ഇങ്ങനെ ഒരു ശിക്ഷ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ആര് മരിച്ചുപോയി? ഈ 9 അംഗ സംഘം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് അവരെ ഉന്മൂലനാശം വന്ന കഥ, ആ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചൊരു പ്രയോഗം വമക്കറു മക്രൻ വമക്കർന മക്ര. എന്താ അതിൻ്റെ അർത്ഥം? വമക്കറു കാണുന്നുണ്ടോ? വമക്കറു അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, കുതന്ത്രം പ്രയോഗിച്ചു. വമക്കർന മക്ര നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ പേര് മാക്കിറ നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിന് കുതന്ത്രം പ്രയോഗിക്കുന്നവൻ എന്നൊരു പേര് പറയാൻ പറ്റില്ല. പക്ഷേ പടച്ചവൻ അങ്ങനെയാണ്, എതിരിടേണ്ട സമയത്ത് ആ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് അതിൻ്റെ പൂർണ്ണത. ഒരാളെ സംവദിക്കുമ്പോൾ അതിൽ താന്നു കൊടുത്താൽ എന്ത് വിചാരിക്കും? ഇയാൾക്ക് അതിൽ പോയിന്റുകൾ പറയാനുള്ള ഒരു തെറ്റിദ്ധാരണ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പൂർണ്ണതയോടുകൂടി വമക്കറു മക്ര വമക്കർന മക്രൻ വഹും ലാ യശ്ഉറൂൻ, അവർ അറിയാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിച്ചു വന്ന. അപ്പോൾ അതാണ് ഒരായത്ത്, ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം വളരെ രസകരമായ സൂറത്തുൽ ഹൂദിലെ ഒരു സംഭവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قالوا إن تسخروا منا فإنا نسخر منكم قال إن تسخروا منا فإنا نسخر منكم كما تسخرون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇതാരുടെ കഥയാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് പേര്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, അദ്ദേഹത്തിന് നുബൂവത്ത് കിട്ടിയതിന് ശേഷം എത്ര വർഷം അദ്ദേഹം ദഅവത്ത് നടത്തി? 950 വർഷം. 950 വർഷം ദഅവത്ത് നടത്തിയിട്ടും എന്ത് ചെയ്തു? കുറച്ച് ആളുകൾ അപ്പോഴും നിഷേധിച്ചവരുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു പാഠം, നമ്മൾ കുറഞ്ഞ കാലം ദഅവത്ത് ചെയ്തുകൊണ്ട് ആരും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് എന്തല്ല, നിരാശപ്പെടാനുള്ള ഒരു കാരണമല്ല എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അവർ വന്ന് പറയാണ്, അതിൽ നേതാക്കന്മാരായ ആളുകൾ വന്ന് പറഞ്ഞു, അല്ല ഇവിടെ ഒരു കടലോ വെള്ളപ്പൊക്കമോ ഒന്നുമില്ലല്ലോ, ഇവന് വട്ടാണ് കേട്ടോ, ഇവന് വെറുതെയാണ് എന്ത് ചെയ്യണത്, ഈ സ്ഥലത്ത് ഈ സമയത്ത് എന്ത് ചെയ്യണത്, കപ്പലുണ്ടാക്കണത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഥ വളരെ രസകരമായി പറയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب മുഖീം. അവർ പറഞ്ഞു, ഞങ്ങളെ കളിയാക്കുണ്ടല്ലോ, ശരി, നമുക്ക് നോക്കാം ആർക്കാണ് നിന്ദ്യമായ ശിക്ഷ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അവസാനം ആ കഥ ഇങ്ങനെ പോയിട്ട് حتى إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن وما آمن معه إلا قليل
وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين. എന്തുണ്ടായത് അവസാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ എല്ലാ വർഗത്തിൻ്റെയും ജോഡികൾ എടുക്കാൻ പറഞ്ഞു, പെയറിനെ എന്നിട്ട് കപ്പലിലേക്ക് പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. അല്ലാഹു ഒരാളെ മാറ്റി നിർത്തി, കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തി. ആരാണ്? ഈ ഹുദയെ സ്വീകരിക്കാത്തവർ. അവർ കുടുംബക്കാരാണെന്ന പരിഗണനയില്ല, അയൽവാസികളാണെന്ന പരിഗണനയില്ല, ഒന്നുമില്ല. നബിയുടെ മകനായിട്ട് പോലും എന്തിട്ടില്ല, ഹിദായത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഹിദായത്ത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖാണ്. ഇവിടെ അവസാനം ആ കുട്ടി പറയുന്ന വാക്കെന്താ? വക്കാന ഫീ മഅസിലിൻ. അവസാനം അദ്ദേഹം കപ്പലിൽ കയറി, എല്ലാവരും കപ്പലിൽ പ്രവേശിച്ചപ്പോൾ മല കണക്കെ വലുപ്പമുള്ള തിരമാലകൾ വന്നു. അപ്പോൾ ദൂരത്തിങ്ങനെ തൻ്റെ മകൻ നിൽക്കുന്നുണ്ട്. മകനോട് പറഞ്ഞു, മകനെ നീ വന്ന് കയറ്, ഹുദയിലേക്ക് കയറ്, പ്രവേശിക്ക്, എൻ്റെ കപ്പലിലേക്ക് കയറെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്ന മറുപടി എന്താണ്? സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ. ഞാനൊരു മലൻ്റെ മേലെ കയറി നിന്നോളാം. നീ ആ മൗജ്, ആ തിരമാല വരികയാണെങ്കിൽ എത്ര വരെ വരുള്ളൂ? ഒരു അടിയിലൊക്കെ വന്നിട്ട് പോയല്ലുള്ളൂ. ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ മേലെ കയറിക്കോളാം, രക്ഷപ്പെട്ടോളാം. അപ്പോൾ പണ്ഡിതന്മാരോട് വിശദീകരിക്കുന്നുണ്ട് എന്ത്? ഒരു ഭാഗത്ത് വഹിയാണുള്ളത്, ഒരു ഭാഗത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഹി, മറ്റൊരു ഭാഗത്ത് അയാൾ സ്വന്തം ബുദ്ധി കൊണ്ട്. അവിടെ സംഘട്ടനം വരുന്നത് വഹിയും ബുദ്ധിയുമാണ്. സ്വഹീഹായ ഹദീസും ഖുർആനിലും ഒരു കാര്യം വന്നു, അതയാൾ സ്വീകരിക്കാൻ റെഡിയായില്ല. മറിച്ച് അയാളുടെ ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തു. അങ്ങനെ സ്വഹീഹാണെന്നറിയുന്ന, ഖുർആനാണെന്നറിയുന്ന കാര്യം അദ്ദേഹം എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. അവിടെ അവസാനം എന്തുണ്ടായി? വഹ്യ് ബുദ്ധിയെ എന്ത് ചെയ്തു? മലർത്തിയടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. അതാണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹാല ബൈനഹുമൽ മൗജ്. പിന്നെ സംസാരിക്കവ എന്ത് ചെയ്തു? ഒരു തിരമാല അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി, മറയുണ്ടാക്കി. അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട്, തൻ്റെ മകനെയും കൊണ്ട് ആര് പോയി? ആ തിരമാല പോയി എന്ന. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ നല്ല രസകരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആഴത്തിൽ വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അതാവണം. ഇനി ഖുർആൻ നമ്മോട് സമ്പാദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ശാസ്ത്രം. നമ്മൾ കുറേ കേട്ടും പഠിച്ചതൊക്കെ ആവും. അതിൽ ഇൻഷാ അല്ലാഹ് ഒരു വാചകം നമുക്ക് കേൾക്കാം. സൂറത്തു റാദിലെ ഒരു വചനം ഇൻഷാ അല്ലാഹ്. هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറിയൊരായത്തല്ലേ. നമ്മുടെ തലൻ്റെ മുകളിലുള്ള മേഘം, ആ മേഘത്തിന് എത്ര വെയിറ്റ് ഉണ്ടാവും? എത്ര കനമുണ്ടാവും? കാറ്റത്ത് പാറുന്ന മേഘത്തിന് എത്ര കനമുണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അസ്സഹാബ അസ്സിഖാൽ. ഇവിടെ പറഞ്ഞത് അസ്സഹാബ അസ്സിഖാൽ എന്ന, ഖനമുള്ള മേഘം എന്ന. ചെറുതായി ഒന്ന് പരിധി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ഒരു ആവറേജ്, ഒരു ശരാശരി മേഘത്തിന് ഏകദേശം 550 ടൺ ഭാരമുണ്ടെന്ന. ഒരു മേഘത്തിന് എത്രയാണ്? 550 ടൺ എന്ന് പറയുമ്പോൾ 5 ലക്ഷം കിലോ.
നമ്മൾ മേലത്തേക്ക് നോക്കുമ്പോൾ ആ മേഘമാണ് നമ്മുടെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുക അത് കനമില്ലാത്തൊരു കാര്യമാണ്, കാട്ടത്തൂടെ പറന്നു പോകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു എന്നാണ് അതിൻ്റെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഖുർആനും ശാസ്ത്രവുമായി നമ്മൾ പഠിക്കുമ്പോൾ ഖുർആൻ ശാസ്ത്രം പറയുന്ന ഗ്രന്ഥമല്ല, മറിച്ച് ഖുർആൻ മനുഷ്യരോട് സംവദിക്കുന്ന സമയത്ത് എന്തും പറഞ്ഞിട്ടുണ്ട്, പല പ്രാപഞ്ചികമായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുഷ്യന് ചിന്തിച്ച് മാർഗദർശനത്തിലേക്ക് എത്താകുന്ന കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മറ്റു നബിമാരുടെ പ്രത്യേകത അവർ ആ ജനതയിലേക്ക് മാത്രമുള്ളവരായിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ജനതയിലേക്കും അതിന് ശേഷം വന്ന എല്ലാ ആളുകളിലേക്കും ഉള്ളതാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കിയാൽ ഒന്നായത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത്. ഇനി എല്ലാവർക്കും നമ്മളെപ്പോഴും കേൾക്കുന്ന മറ്റൊരു ശാസ്ത്രപരമായൊരു കാര്യം, ഖുർആൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ശാസ്ത്രം പിന്നീട് അംഗീകരിച്ചൊരു കാര്യം, അത് സൂറത്തുൽ മുഅ്മിനൂൻ. ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. എൻ്റെ ആയത്തിലേക്ക് നമ്മളെല്ലാവരും കേൾക്കുന്നതായതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ വെച്ച് തെളിവ് പിടിക്കുന്നുണ്ട്. അത് ഏത് ഭാഗത്താണ്? മക്കയിലെ മുശ്രിക്കുകൾ ഇനിയൊരു ബഅസ് ഉണ്ടാകുമോ, പരലോകമുണ്ടാകുമോ, ഒന്നും കൂടി നമ്മൾ പുനർജീവിക്കപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മരണപ്പെട്ട് ഒന്നും കൂടിയും ഉയർത്താനാണോ അള്ളാഹുവിന് പാട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നമുക്കറിയാം ഈ ആയത്ത് വളരെ പ്രസിദ്ധമായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അത് പിന്നീട് എന്തായി? നുതുഫയായി, ഒരു ശുക്ലമായി, പിന്നീട് അത് അലക്കത്തായി, അതൊരു ഭ്രൂണമായി, പിന്നെ ഒരു മാംസപിണ്ഡമായി, അങ്ങനെ അവസാനം അള്ളാഹു നമ്മൊരു പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിച്ചു എന്നാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ പൊതുവേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്ന കാര്യമാണ്, ഖുർആനിലെ പല അബദ്ധങ്ങളും എടുത്തുകൊണ്ട് എക്സ് മുസ്ലിമീങ്ങളായ ആളുകൾ, മുസ്ലിമിൻ്റെ എതിരാളികളായ ആളുകളൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ അവർ ഖുർആൻ പറഞ്ഞാൽ സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ ശാസ്ത്രപരമായ മറുപടികളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, അത് അവരെ തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്ത്രപരമായ മറുപടികൾ കൊടുക്കുന്നത്. നമ്മൾ ആത്യന്തികമായി ഖുർആനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും സ്വീകരിക്കുന്നത് അത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹു പറഞ്ഞത് എന്നുകൊണ്ടാണ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ശാസ്ത്രം പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല. പൊതുവേ ഇത്തരം മറുപടികൾ വരുമ്പോൾ എക്സ് മുസ്ലിങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അത് നമ്മൾ കുറേ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ കയറിക്കൂടുന്നൊരു ചിന്തയാണത്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് ഒരു കൂട്ടർ വന്ന് ചോദിക്കുന്നുണ്ടല്ല, പെണ്ണുങ്ങൾക്ക് ഹൈലുണ്ടായാൽ അവർ നമസ്കാരം ഒന്നുകൂടി മടക്കുന്നില്ലല്ലോ, എന്നാൽ നോമ്പ് എന്ത് ചെയ്യണം? മടക്കണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അപ്രകാരം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതുണ്ടാകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യലില്ല?
നോമ്പ് നോക്കലുണ്ട്, നിസ്കാരം നിസ്കരിക്കലില്ല. അവിടെ പറഞ്ഞു വെച്ചു. എത്ര പറഞ്ഞു വെച്ചു? എൻ്റെ പിന്നിലെ കാരണങ്ങൾക്ക് എന്ത് ചെയ്തില്ല, പോയില്ല. ആ കാരണങ്ങൾ അറിയൽ പ്രിയമുള്ളവരെ, അത് ഈമാനിൻ്റെ ദറജ കുറഞ്ഞവർക്കാണ് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറഞ്ഞാൽ, റസൂൽ പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്നാ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുന്നത്, അത് വിശ്വാസം തെറ്റിയ ആളുകൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ ചിലപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യം വേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കിത് അവസാനിപ്പിക്കാം. ഖുർആന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഖുർആനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുമെന്ന് ഈ പരിപാടിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. വളരെ എളുപ്പമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞാൽ, വുളു എടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ, വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ തുറക്കുന്നതിന് മുമ്പ്, പത്രം തുറക്കുന്നതിന് മുമ്പ് ഖുർആൻ ഓതും എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. കാരണം ആ ഖുർആൻ ഓത്ത് വല്ലാത്തൊരു ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വാചാലരാകുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാം. കാരണം അത്രത്തോളം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ട കാര്യമാണ്. നമ്മൾ പത്രം വായിക്കുന്നതിന് മുമ്പ്, ഒന്ന് ഫോണ് തുറന്നു നോക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക, ഖുർആൻ വായിക്കുക. അങ്ങനെ ഖുർആൻ വായിച്ചിട്ട് നമുക്ക് മാറ്റമുണ്ടോ നമ്മൾ നോക്കിക്കോളി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരക്കുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാകുമല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഖുർആൻ നിങ്ങളൊന്ന് ഓതിയിട്ടുണ്ടോ, അത് ചെയ്യാനുള്ളൊരു അനുഗ്രഹം, ഒരു തൗഫീഖ് നമുക്ക് ലഭിക്കും. ഒരുപാട് സമയമില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് സമയം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ഒരു പരിപാടി വിട്ട് പോകുമ്പോൾ, ഈ ഒരു സദസ്സ് പിരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് എന്തായിട്ടാവണം, ഖുർആൻ കൊണ്ടാവണം മറ്റുള്ളവയേക്കാൾ എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക. ഖുർആൻ കൊണ്ടുള്ള ഉപയോഗം നമുക്കറിയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കാരത്തിൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ 1 റക്അത്തിൽ ഖുർആൻ മൊത്തം ഓതിയെന്ന, ഖുർആൻ മൊത്തം ഓതി. അത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസനീയം, അതൊക്കെ സാധിക്കുമെന്ന്. കാരണം നമ്മുടെ സമയത്തിൻ്റെ ബറക്കത്ത് എന്ത് ചെയ്താണ്, കുറഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് തെറ്റുകളിലൂടെ. അപ്പോൾ നമുക്ക് സമയത്തിന് ഒരു ബറക്കത്ത് ലഭിക്കണമെങ്കിൽ, സമയമൊന്നും തികയുന്നില്ല, പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം ഉണ്ട് തികയുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് നമ്മൾ ഖുർആൻ കൊണ്ട് തുടങ്ങാൻ പ്രിയമുള്ളവരെ. ആ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾക്ക് അനുഗ്രഹമാണ്, നമ്മുടെ ജീവിതം ഒരുപക്ഷെ മാറ്റിമറിക്കും. അൽഹംദുലില്ലാഹ്, ഇതിനെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു സദസ്സ് ഒരുക്കിയത് ഖുർആനിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കേട്ടതാകും, അതൊന്നും പറയാനുള്ള നേരവും നമുക്കില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹത്തായ ഈ ഒരു സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഖുർആനിൻ്റെ അഹ്ലുകാരായിക്കൊണ്ട് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി